കർക്കിടക മാസം മലയാളത്തിന് രാമായണ മാസമാണ്. രാമായണ പാരായണ മാസമാണ്. രാമന്റെയും സീതയുടെയും കഥ മാത്രമല്ല രാമായണം. നന്മയുടെയും തിന്മയുടെയും സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും അനന്തമായ കഥാസാഗരം രാമായണം. മതത്തിനതീതമായി ഓരോ വ്യക്തിയെയും സ്ഫുടം ചെയ്യുന്ന കാവ്യമാണ് BC 2 ശതകത്തിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണം. കേൾക്കാം ക്ലബ് FM റേഡിയോ രാമായണം. കുലഗുരുവായ വസിഷ്ഠന്റെ ഉപദേശപ്രകാരം ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ്. യാഗത്തിലൂടെ പുത്രസാഫല്യം നേടുകയാണ് മഹാരാജാവ്. കുലഗുരു വസിഷ്ഠമുനി രാജ്യവും സമ്പത്തും അധികാരവുമുണ്ട്. എന്നിട്ടും പുത്രഭാഗ്യമില്ലാതെയാകുമോ ഈ ദശരഥന്റെ ജീവിതം? മഹാരാജാവേ, അങ്ങ് ഋഷ്യശൃംഖനെ കർമ്മിയാക്കി പുത്രകാമേഷ്ടി യാഗം നടത്തിയാലും. എങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങട്ടെ ഒരുക്കങ്ങൾ. ദേ, യാഗഫലം കണ്ടെന്ന് തോന്നുന്നു. ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ സ്വർണ്ണ പാത്രത്തിൽ പായസവുമായി ഉയർന്നു വരുന്നു. ദശരഥ മഹാരാജാവേ, ഞാൻ അഗ്നിദേവനാണ്. ഈ പായസം രാജ്ഞിമാർക്ക് നൽകൂ. ഉത്തമരായ കുമാരന്മാർ പിറക്കുക തന്നെ ചെയ്യും. ഭഗവാൻ, ധന്യമായി എന്റെ ജീവിതം. കൗസല്യേ, കൈകേയി, സുമിത്രേ, റാണിമാരെ, വരൂ, പായസം കഴിക്കൂ. അയ്യോ, ഇത് 2 പേർക്കല്ലേ ഉള്ളൂ മഹാരാജൻ. സുമിത്രയ്ക്ക് പായസം കിട്ടിയില്ല. വിഷമിക്കണ്ട കൈകേയി, സുമിത്രയ്ക്ക് ഞാൻ എന്റെ പകുതി പായസം നൽകാം. നമുക്ക് സന്തോഷമായി. നമ്മളുടെ റാണിമാർ ഒരു കലഹവും കൂടാതെ പായസം കഴിച്ചല്ലോ. പായസം കഴിച്ച് കാലക്രമേണ രാജ്ഞിമാർ 4 ഉത്തമ രാജകുമാരന്മാർക്ക് ജന്മം നൽകി. കൗസല്യയുടെ പുത്രനായി രാമൻ, കൈകേയിയുടെ മകനായി ഭരതൻ, സുമിത്രയുടെ പുത്രന്മാരായി ലക്ഷ്മണനും ശത്രുഘ്നനും. കേൾക്കാം ക്ലബ് FM റേഡിയോ രാമായണം.